ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എത്ലവസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കവറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടില് വെള്ളം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും റാന്നി, പത്തനംതിട്ട മേഖലകളിലൊക്കെ നല്ല വെള്ളപ്പൊക്കം എന്ന് പറയുന്നുണ്ട്. ആ വെള്ളം അല്ലെങ്കിൽ വരും, സ്വാഭാവികമാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത്, അപ്പൊ നമ്മൾ ഇന്നലെ വല ഇട്ടിട്ട് നമ്മൾ ഈ മോട്ടറിന്റെ ഷെഡിനകത്ത് വെള്ളം കെട്ടിയിട്ടിരുന്നത്. അതായത് മഴ പെയ്താൽ വള്ളത്തെ വീഴാതിരിക്കാൻ. അപ്പോൾ ഈ കൃഷിയൊക്കെ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ വന്നിട്ട് ഇന്നലെ ചാക്കിൽ ചെളിയൊക്കെ നിറച്ച് വെച്ച്. ഈ ചാക്കിൽ ചെളി നിറച്ച് വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടിടുന്നത് ഈ ചാക്കിൽ ചെളി നിറച്ച ഉപയോഗിച്ച് അടിക്കാണ് മുട്ടിടുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് പതുക്കെ വെള്ളം നമ്മുടെ പാടത്തേക്ക് കയറി വരുന്നത്, കലക്കലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന്റെ പരിസരത്ത് നമ്മൾ ഇന്നലെ ഡിസ്കവറി ആയിട്ട് നമ്മുടെ ഉദ്ദേശം വാള പിടിക്കാന്നുള്ളതാണ്. പിന്നെ എന്ത് കിട്ടിയാലും നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ വല പിടിക്കാൻ വന്നതാണ്. ഇപ്പൊ രാവിലെ കുറച്ച് മഴ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് വല പിടിക്കാമെങ്കിൽ നനയാതെ വിറയ്ക്കാതെ വല നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വല വലിക്കട്ടോ കേട്ടോ. ഇത് അടുത്തതായിട്ട് നിങ്ങൾക്കൊക്കെ ഒരു അരയടി കൂടിയിട്ടുണ്ടല്ലേ? അരയടിയില്ല, ഒരടി കൂടിയിട്ടുണ്ട്. ആ കുറ്റിയുടെ താഴെ ഇന്നലെ അരയടി ഉണ്ടായിരുന്നു. ഇപ്പൊ കുറ്റിയുടെ മുകളിൽ ഒരു അരയടി വെള്ളം ഉണ്ട്. എവിടെ പോകുന്നത്? തുടക്കം തന്നെ നമുക്കൊരു മഞ്ഞപ്പൊരി കിട്ടിയിട്ടുണ്ട്. വെള്ളം കറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടാൻ സാധ്യതയുള്ള സാധനം അല്ലേ? സാധനമാണ് മഞ്ഞപ്പൊരി. അതുവരെ ഇത് എവിടെ ഒളിച്ചിരിക്കുന്നത്? പുള്ളിക്ക് തണുപ്പ് വരുമ്പോഴാണ് നിന്ന് കുന്തളി പോകണം. കുന്തളി ഞാത്തിട്ട് വലിക്കണം. വേണ്ട, മഴയില്ലല്ലോ. മഴ ഇല്ലെന്ന് പറയണ്ട, മഴ പടിഞ്ഞാർന്ന് വരുന്നുണ്ട്. ഇട്ടോ ഇങ്ങോട്ട്. അതിനാ പൂളകൻ പൂളാൻ. കല്ലാലായിരിക്കണം. രാവിലത്തെ ഓടി വന്ന് കയറിയതായിരിക്കും. എന്നാ വിളിച്ചപ്പോ തന്നെ ഓടി വന്ന് കയറിയതായിരിക്കും. പോയി ഉൾവലയിലാണ് ഈ മീൻ കിടക്കുന്നത്. നമുക്ക് ഈ വല പുറം വല ഒഴിച്ച് അകം വല പൊട്ടിക്കാതെ നമുക്ക് മീൻ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ മീനാണ് പ്രതീക്ഷിച്ചത്. ഒരെണ്ണം കിട്ടി. പിന്നീട് ഊരിയിട്ടൊക്കെ അങ്ങോട്ട് മാറിക്കിടക്കും. ഇപ്പോൾ അകമ്പല നമ്മൾ മീൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ ഉടക്കി വരുമ്പോൾ ഇത് പുറത്ത് വരും. നമ്മളിട്ട് അകത്തിട്ടില്ലെങ്കിൽ പിന്നെ മീൻ കിട്ടത്തില്ല. അവനെടുത്ത് അപ്പുറത്തിട്ടേ. അയ്യോ, കിടക്കാൻ കുറവാണല്ലോ.
തോമലൊക്കെ ഉണ്ടോ? മീശോളാണോ? അല്ലല്ലോ. വല വലിച്ചപ്പോൾ താന്നത്. ചുമ്മാ അല്ല താന്ന് കിടന്ന്. തൂളിയാ തൂളി. ചെമ്പല്ലി വിരിഞ്ഞു നിൽക്കുമല്ലേ? അവിടെ ഒരു മീൻ വെട്ടിയില്ലേ? ഒരു കല്ലട മുട്ടി ഒരു വെള്ളം മഞ്ചക്കൂരി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ വെള്ളം വന്നപ്പോഴാ നമ്മുടെ കണ്ടെത്തിയിട്ട് വലിച്ചു കയറ്റ്. ജീവനുള്ള കൈ ചെമ്പല്ലി ഫ്രൈ ചെയ്യാം. അതുപോലെയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വല പിടിച്ച് താത്തി ചെമ്പല്ലിയോ? എന്നാണ് ഇത്? ഒരാൾ വെട്ടുന്നതാണോ അതോ? വാഹയാണോ? വരാലോ. ഓർഡറാണല്ലോ അല്ലേ? കിടക്കനാ.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 2 പീസ് വല ഇട്ടിരുന്നു. അതിലൊരു പീസ് നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പീസ് കൂടെ വലിക്കാനുണ്ട്. അത് പാടത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് കയറി ഇട്ടേക്കണേ. അപ്പോൾ അതുകൂടെ വലിക്കണം. വലിക്കണം. അപ്പുറ സൈഡില്ല, കല്ലോട്ടിൻ്റെ സൈഡിൽ. ഒരു മീൻ ഇവിടെ നിന്ന് പോയി. രണ്ടാമത്തെ പീസ് വരെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് മാറ്റി ഇട്ടുന്നത്. ലക്ഷണം കണ്ടിട്ട് ഇതിനകത്ത് മീനെന്നുള്ള ഇതുപോലെ കാണുന്നു. വെള്ളം തന്നെയാണ്. മാനത്ത് കണ്ണി. ഇത്ര ഗ്ലാമറുള്ള വേറെ മീനില്ല. അത് അവിടെ എന്താ തുടങ്ങി കിടക്കുമ്പോൾ ഒരു കിളിയെ കണ്ടിട്ടുണ്ടോ വലയിൽ? പിടിക്കാതെ അതിൻ്റെ വായുടെ അവിടെ നിന്ന് എടുക്കാതെ. താറാവൻ്റെ ഇണങ്ങോ? വൈൽഡാ. വൈൽഡ് അനുവാദമില്ല. ആണോ? വീണ്ടും മറ്റേ പുള്ളി എടുത്തിട്ട് വരുവാണ്. വീണ്ടും അതാ ചെന്ന് വരും ഉടക്കും. അതിൻ്റെ കൂട്ടത്തിലിട്ടാ അവളെ. അതാണ് ഇപ്പുറ സൈഡിലാണത്. ഒരാളിവിടെ ഒരാൾ അങ്ങോട്ട് പോകണം. തണുത്ത് പോയണ്ണ. ഇത് വേണ്ട. പോട്ടെ. നല്ല പോണ ഒരാള്. അതിനാണ് മഞ്ചാക്കൂരി. ജീവനുണ്ടോ? അപ്പുറമാണോ മുളകണി? 4 മുള്ളങ്കണ്ണി. അത് മുള്ളങ്കണ്ണിയാണെങ്കിൽ വെള്ളി വെളുത്ത കളറാണ്. മുള്ളങ്കണ്ണി പറയാന്ന്. കള്ളമുണ്ണി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടെ വലിച്ചാൽ അത് കഴിയും. അപ്പോഴത്തേ നമുക്ക് കിട്ടിയ മീൻ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഇത്രയും വരെ വെള്ളമായിട്ടുണ്ട്. മേളിൽ നിന്ന് വെള്ളം ഇടിയുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ വെള്ളം കൂടാനുള്ള സാധ്യത ഇനിയാണുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വാതിക്കലുള്ള കല്ലുകെട്ടൊക്കെ മുങ്ങി പെരയ്ക്കകത്ത് വെള്ളം കയറണമെങ്കിൽ ഇനി 1.5 അടി വെള്ളം കൂടെ പൊങ്ങണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പിടിച്ച മീൻ ഇതാണ്. അതായത് കുറുവയുണ്ട്, പൂളകൻ, വരാലുണ്ട്, വാളയുണ്ട്, വാളച്ചാത്തിയുണ്ട്. നമ്മൾ ചെറിയ വാളേനാണ് നമ്മൾ വാളച്ചാത്തി എന്ന് പറയുന്നത്. മുള്ളൻകണ്ണിയുണ്ട്, മഞ്ഞക്കൂരിയുണ്ട്, കല്ലടമുട്ടിയുണ്ട്. അപ്പോൾ ഇത്രയും ഇനം മീനുകളാണ് കിട്ടിയത്. തൂളിയുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, വെള്ളപ്പൊക്കമാണ്. നമ്മളെല്ലാം സുരക്ഷിതരാണ്. മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊക്കി വെക്കേണ്ട കല്ലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അതായത് പെരയ്ക്കകത്ത് വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നത് ഏതായത്